അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്ടിഫയറിനെ പറ്റിയാണ്. ഇത് സെമി കണ്ടക്ടേഴ്സ് എന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സിംപ്ലി റെക്ടിഫയറിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC-യെ ഡയറക്റ്റ് കറണ്ടായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, പീരിയോഡിക്കലി അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന കറണ്ടാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിനെ എന്താക്കി മാറ്റും, അതിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റും, അതായത് DC ആയിട്ട് മാറ്റുമെന്ന് നമുക്ക് പറയാം. അതാണ് ബേസിക്കലി സിംപ്ലി പറയുകയാണെങ്കിൽ റെക്ടിഫയറിൻ്റെ ഉപയോഗം. ഓക്കെ, റെക്ടിഫയർ രണ്ട് ടൈപ്പായിട്ട് പഠിക്കാനുണ്ട്, ഹാഫ് വേവും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് വേവ് റെക്ടിഫയർ എന്താണെന്ന് നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയർ എടുത്തു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫോമർ ആണല്ലോ, ഇത് രണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ടെർമിനലാണ് ഇതെന്ന് പറയുന്നത് അല്ലേ, ഇതാണ് പ്രൈമറി. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ഇതാണ്, ഇത് സെക്കൻഡറി ടെർമിനലാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്കറിയാം ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ചേഞ്ച് ഉണ്ടാവും, ആ ചേഞ്ച് പ്രകാരമാണ് ഇവിടെ കട്ടിങ് ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കറണ്ട് ഉണ്ടാവും, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും സംഭവിക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ അല്ലേ, രണ്ട് ഹാഫ് സൈക്കിളുണ്ട്. AC എന്ന് പറയുമ്പം പീരിയോഡിക്കലി റിവേഴ്സ് ചെയ്യുമല്ലോ, അപ്പോൾ രണ്ട് ഹാഫ് സൈക്കിളുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് നോക്കിക്കേ, ഈ ഡയോഡ് എന്തായിരിക്കും, ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, ഡയോഡിൻ്റെ അല്ലെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റി നോളജ് ഇല്ലാത്തവർ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വേണമെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, ഇപ്പോൾ ഡയോഡ് നമുക്കറിയാം, ഡയോഡ് ഇവിടുത്തെ പോസിറ്റീവ് ടെർമിനലിൽ ഡയോഡിൻ്റെ പ്ലസ്സിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇതെന്തായിരിക്കും, ഇത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും അല്ലേ. നെഗറ്റീവ് എന്ന് പറയുന്നത് ഡയോഡ് നെഗറ്റീവിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ദിസ് വിൽ ബി ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, വെൻ P സൈഡ് ഓഫ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സപ്ലൈ ഇസ് കണക്റ്റഡ് ടു P സൈഡ് ഓഫ് ദ ഡയോഡ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് ഓഫ് ദ ഡയോഡ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഇസ് കണക്റ്റഡ് ടു എൻ ടെർമിനൽ അല്ലെ, എൻ ടെർമിനൽ ഓഫ് ദ ഡയോഡ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫോർവേഡ് ബയസ്ഡ്. ഇറ്റ് മീൻസ് ഇവിടെ എന്താണ്, അവിടെ ഫോർവേഡ് ബയസ്ഡ് ആണ്, അവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ഗ്രാഫ് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇൻപുട്ടായിട്ട് വരയ്ക്കുക അല്ലേ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് സപ്ലൈ അല്ലേ. ഓക്കെ, ഇൻപുട്ട് സപ്ലൈ ഇതാണ്. ഇനി നമുക്ക് എൻ്റെ ഔട്ട്പുട്ട് നമുക്ക് താഴോട്ടും വരയ്ക്കാം, പ്രത്യേകം ഗ്രാഫായിട്ട് ഞാൻ വരയ്ക്കുന്നില്ല, താഴോട്ടും നമുക്ക് വരയ്ക്കാം. ഓക്കെ, നമുക്ക് ആലോചിച്ച് നോക്കാം, കറസ്പോണ്ടിങ് ഹാഫ് സൈക്കിളിനനുസരിച്ചാണല്ലോ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ഹാഫ് സൈക്കിളിനനുസരിച്ചാണ് വരയ്ക്കുന്നത്. ഓക്കെ, ആലോചിക്കുക, ഫസ്റ്റ് ഹാഫ് സൈക്കിൾ സമയത്ത് ഡയോഡ് എന്തായിരുന്നു, ഡയോഡ് കണ്ടക്റ്റിംഗ് ആയിരുന്നു. സോ നമുക്കൊരു പോസിറ്റീവ് റിപ്പിൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ എന്തായിരിക്കും, ആ ടൈമിൽ ഈ ഡയോഡ് എന്തായിരിക്കും, റിവേഴ്സ് ബേസ്ഡ് ആയിരിക്കും. നോക്കി, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി കണക്റ്റഡ് ടു P സൈഡ് ഓഫ് ദ ഡയോഡ്, പിന്നെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഇസ് കണക്റ്റഡ് ടു N സൈഡ് ഓഫ് ഡയോഡ്. സോ ആ സമയത്ത് ഡയോഡ് റിവേഴ്സ് ബേസ്ഡ് ആയിരിക്കും, അതായത് ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല, ഡയോഡ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തില്ല. സോ നമുക്ക് ഈ റെസിസ്റ്ററിന് അക്രോസ് ലോഡ് കിട്ടത്തില്ല അല്ലേ, ലോഡ് നമ്മൾ ഒബ്സർവ് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. സോ ഈ ഒരു സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് റിസൾട്ട് ഇല്ല എന്നർത്ഥം. ഓക്കെ, അഗെയിൻ അടുത്ത ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യും, പിന്നെയും കണ്ടക്ട് ചെയ്യും. സോ നമുക്കിത് പിന്നെയും ഇവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഒരു ഔട്ട്പുട്ട് കിട്ടും, പിന്നെ അങ്ങനെ കിട്ടി പൊക്കോണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഓരോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് എല്ലാം കട്ടായിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമായിട്ട് ഇവിടുത്തെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ഹാഫ് വേവ് റെക്ടിഫയറിൽ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഫ്രീക്വൻസിയാണ്. അതായത് ഇൻപുട്ട് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും ഹാഫ് വേവ് റെക്ടിഫയറിൽ സെയിം ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്ര ആയിരിക്കും എന്ന് ചോദിക്കും. സോ ആൻസർ എന്തായിരിക്കും, 50 ഹെർട്സ് തന്നെ ആയിരിക്കും, ബിക്കോസ് ഇൻപുട്ട് ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു ഔട്ട്പുട്ട് ഫ്രീക്വൻസി. ഓക്കെ, ബേസിക്കലി ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിനെ പറ്റി നോക്കിക്കഴിഞ്ഞു. അടുത്തത് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, സെയിം പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഇത് പ്രൈമറി ടെർമിനലാണ്, സെക്കൻഡറി ടെർമിനലാണ് ട്രാൻസ്ഫോമറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സെൻറ്റർ ടാപ്ഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഗ്രൗണ്ട് ചെയ്യുകയാണ്, കണ്ടില്ലേ, കറക്റ്റായിട്ട് സെൻറ്ററിൽ നിന്ന് ടാപ്പ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെൻറ്റർ ടാപ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പ്രോപ്പർ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ഗ്രൗണ്ട് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സെൻറ്റർ ടാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പം അത് നമുക്കിവിടെ അത് അത്ര ഡീറ്റെയിൽ അറിയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ വർക്കിംഗ് നോക്കാം. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരം ഇവിടെ നിന്നുള്ള ഫ്ലക്സ് ഇങ്ങോട്ട് വരും, കട്ട് ചെയ്യും. സോ അവിടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ നമുക്കറിയാം ഇവിടെ ഹാഫ് സൈക്കിൾസ് ഉണ്ടല്ലേ. അപ്പോൾ ഹാഫ് സൈക്കിൾസ് നോക്കിക്കേ, ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിരിക്കും അല്ലേ. ആ സമയത്ത് നോക്കുക, ഇവിടുന്ന് പ്ലസ് എന്ന് പറയുമ്പോൾ നേരെ താണ്ട് ഈ ഡയോഡ് D1 എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും അല്ലേ. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ D1 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. സെക്കൻഡ് ഡയോഡ് D2 ഇവിടെ മൈനസ് ആണല്ലോ, അപ്പോൾ സെക്കൻഡ് ഡയോഡ് D2 എന്തായിരിക്കും, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഏത് ഡയോഡാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഡയോഡ് D1 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡയഗ്രാം അല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഔട്ട്പുട്ട് ഡയഗ്രാം വരച്ച് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമേ ഞാൻ എന്ത് വരയ്ക്കുന്നത്, ആദ്യം ഞാൻ വരയ്ക്കുന്നത് നമ്മുടെ ഇൻപുട്ട് സപ്ലൈ ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് സപ്ലൈ ഞാൻ എന്താ വരച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സൈക്കിളും നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് പോവാം. ഓക്കെ ഓക്കെ ഏകദേശം ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ ഔട്ട്പുട്ട് വരയ്ക്കണമല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് വരയ്ക്കാം. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഏത് ഡയോഡായിരുന്നു കണ്ടക്ട് ചെയ്യുന്നത്, ഡയോഡ് D1 ആയിരുന്നു കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. D2 കണ്ടക്ട് ചെയ്യത്തില്ല. സോ എന്ത് കണ്ടക്ട് ചെയ്താലും D1 കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ അതേപോലെ വരയ്ക്കാം അല്ലേ. ഫസ്റ്റ് ഹാഫ് സൈക്കിൾ അതേപോലെ വരയ്ക്കാം. ഈ സെക്കൻഡ് ഹാഫ് സൈക്കിളിൻ്റെ കൺസിഡർ. ഓക്കെ, സെക്കൻഡ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പം ഇവിടെ എന്തായിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ആ സമയത്ത് ഏത് ഡയോഡാണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡയോഡാണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്, ഈ ഡയോഡാണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്. ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആണ്. സോ ഈ ഡയോഡ് D1 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. സോ D2 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, D1 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. സോ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ് D2 ആണ്. ആൻഡ് ഹെൻസ് അവിടെ എന്ത് ഔട്ട്പുട്ട് കിട്ടും, അവിടെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ താണ്ട ഒരു ഔട്ട്പുട്ട് പിന്നെയും കിട്ടും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വരയ്ക്കണേ, ഞാൻ പെട്ടെന്ന് വരച്ചു വന്നാണ് ഇങ്ങനെ വരുന്നത്. സെക്കൻഡ് ഹാഫ് സൈക്കിളും കിട്ടും. ഓക്കെ, ഇനി തേർഡ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ പിന്നെയും ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആവും. സോ D1 കണ്ടക്ട് ചെയ്യും, D2 കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ നമുക്കൊരു ഹാഫ് സൈക്കിൾ കിട്ടും, അങ്ങനെ പിന്നെ ഒരു ഹാഫ് സൈക്കിൾ കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഒരു കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ ഒരുപാട് നമ്മുടെ എക്യുപ്മെൻറ്റ്സിലൊക്കെ ഫുൾ വേവ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ സാധനം എന്താണ്, ഇതൊരു DC ആണോ AC ആണോ, അതായത് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് നമ്മൾ എന്ത് വിളിക്കും, ഇതെന്ന് പറയുന്നത് റിപ്പിൾഡ് DC ആണ്. എന്താണ്, റിപ്പിൾഡ് DC ആണ്. അതായത് ഇത് പ്യുവർ DC ആണോ എന്ന് വെച്ചാൽ അല്ല. ബിക്കോസ് പ്യുവർ DC എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. പ്യുവർ DC എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത്. പക്ഷേ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണോ കിട്ടിയേക്കുന്നത്, അല്ലല്ലോ, നമുക്ക് ഇങ്ങനെ റിപ്പിൾസ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനെ റിപ്പിൾഡ് DC എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റെക്ടിഫയർ ഉപയോഗിച്ച് നമുക്ക് AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യാം, സമ്മതിച്ചു. പക്ഷേ നമുക്ക് നേരിട്ട് പ്യുവർ DC ഫോമിൽ കിട്ടത്തില്ല. കിട്ടുന്ന ഫോം എന്ന് പറയുന്നത് റിപ്പിൾഡ് DC ആയിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിച്ച് ഫിൽട്ടർ സർക്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ള പ്യുവർ DC കിട്ടുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. നമ്മൾ ഹയർ സ്റ്റഡീസിൽ നിങ്ങൾ വേറെ ഇലക്ട്രോണിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേറെ കാര്യം നോക്കാം. ഫുൾ വേവ് റെക്ടിഫയറിൽ ഇൻപുട്ട് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. അതായത് ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇട്ട് പറയാം. ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓക്കെ 2 ടൈംസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും. മറ്റേത് നമ്മൾ രണ്ട് സെയിം ആയിരുന്നു. ഇവിടെ എന്താണ്, ഇവിടെ ടോയ്സ് ആയിരിക്കും അല്ലേ. ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇൻപുട്ട് ഫ്രീക്വൻസി ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ 50 ഹെർട്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്ര ആയിരിക്കും, ഇറ്റ് വിൽ ബി 100 ഹെർട്സ് ആയിരിക്കും. അതായത് ടോയ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇരട്ടി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡയഗ്രം നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു നോക്കുമ്പം ഇത് VMT ഒക്കെയാണ്. ഞാൻ ഗ്രാഫൊന്നും ലേബൽ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. VMT ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് എല്ലാ ഹാഫ് സൈക്കിളിലും ഒരു പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ അത് ടോയ്സ് ആയിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് ഹാഫ് വേവ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ഇവിടെ നോക്കാനുണ്ട്. അത്ര വലിയ സംഭവമൊന്നുമല്ല അത്. ബ്രിഡ്ജ് റെക്ടിഫയർ ജസ്റ്റ് സിലബസിൽ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇവിടെ 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. D1, D2, D3, D4 അല്ലേ. 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതും ഫുൾ വേവ് റെക്ടിഫയറും തമ്മിൽ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് എന്ത് പറയുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയറും തരുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതോ ഒരു വർഷം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് ഈ സർക്യൂട്ട് തന്നെ, ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നില്ല, സർക്യൂട്ട് എന്നിട്ട് ചോദിച്ചു ഇതിൻ്റെ റിസൾട്ട് ഏതിന് ഇക്വലൻ്റ് ആയിരിക്കും, ഹാഫ് വേവ് ആണോ ഫുൾ വേവ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. സോ ആൻസർ എന്തായിരിക്കും, ഫുൾ വേവ് റെക്ടിഫയറിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി
നമ്മളിതിൻ്റെ വ്യത്യാസം എന്തുകൊണ്ടാണ് നമ്മളോട് എടുത്ത് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫുൾ വേവ് റെക്ടിഫയർ പറഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ സെൻറ്റർ ടാപ്പിങ്ങിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ. സെൻറ്റർ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, നമ്മൾ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു, പ്രോപ്പർ ഗ്രൗണ്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ കാര്യം ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഇതിനകത്ത് എന്ത് വേണ്ട, ടാപ്പിംഗ് ചെയ്യേണ്ട. ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്താൽ പോരെ, ട്രാൻസ്ഫോമർ ഇല്ലല്ലോ. സോ ടാപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രാൻസ്ഫോമർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്, എളുപ്പം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഞാൻ പ്രത്യേകം വരയ്ക്കേണ്ട ആവശ്യമില്ല, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ അതേ ഡയഗ്രം തന്നെയാണ്, ഒരു മാറ്റമില്ല. പിന്നെ ഇവിടെ ഏതൊക്കെ ഡയോഡാണ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നത് D1 D3 ഡയോഡാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മളിപ്പം ഇവിടെ നിന്നൊരു പോസിറ്റീവ് AC, നമ്മളൊരു AC ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് അല്ലേ, ഇവിടെ നിന്നാണ് AC കൊടുക്കുന്നത്, പ്ലസും മൈനസും കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് പ്ലസ് വന്നാണ്ട് ഇവിടെ വന്നും മൈനസ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതിപ്പം എന്തായാലും പാരലൽ കണക്ഷനാണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെയും പ്ലസ് ആയിരിക്കും, ഇവിടെയും മൈനസ് ആയിരിക്കും. സോ ആലോചിച്ച് നോക്കുക, ഇവിടെ പ്ലസ് ആയിരിക്കും. സോ ഈ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ മൈനസ് ആയിരിക്കും. മൈനസ് ആകുമ്പം ഇത് റിവേഴ്സ് ബയസ്ഡാണ്, അപ്പോൾ ഇത് ഫോർവേഡ് ബയസ്ഡാണ്. അപ്പോൾ ഇത് D1 D3 ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ D2 D4 ആയിരിക്കും അടുത്ത ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുന്നത്. D1 D3 ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യും. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇത് രണ്ടും റിവേഴ്സ് ബയസ് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഇത് രണ്ടും റിവേഴ്സ് ബയസ് ആയിരിക്കും, ഇത് രണ്ടും കണക്ട് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ആ ടെർമിനൽ നിങ്ങൾ ആ പ്ലസ് മൈനസ് ഇട്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി, സാധനം കത്തും. പിന്നെ നമ്മൾ എങ്ങനെ ഏതൊക്കെ ഡയോഡ്സ് ആണ് പെട്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഡയഗണൽ ഡയോഡ്സ് ആയിരിക്കും എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. ഡയഗണൽ ഡയോഡ് ഇത് രണ്ടും ഇത് ഇങ്ങനത്തെ ഡയോഡ് ഇങ്ങനെ നോക്കണം, ഇങ്ങനെയല്ല ഇങ്ങനെ നോക്കണം. ഇങ്ങനത്തെ ഡയോഡാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇത് റിവേഴ്സ് ബയസ് ആയിരിക്കും ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ. തിരിച്ച് നോക്കുമ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും, ഇത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും, കണ്ടക്ട് ചെയ്യത്തില്ല. സെയിം ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് എപ്പോഴും ഡയഗണൽ വെച്ചിട്ട് വേണം ഔട്ട്പുട്ട് എടുക്കാൻ. അതായത് ഡയഗണൽ അക്രോസ് ആയിട്ട് വേണം നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ കേട്ടോ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഡയഗണൽ അക്രോസ് ആണ് എടുക്കാം. ബിക്കോസ് രണ്ടിനും ഒരേപോലെ കണക്ഷൻ വരുന്നത് കറക്റ്റ് നടുക്കാണ് അല്ലേ. രണ്ടിനും ഒരുപോലെ കണക്ഷൻ വരുന്ന കറക്റ്റ് നടുക്കാണ്. അതുകൊണ്ട് തന്നെ നടുക്കുന്ന് വേണം നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ. ജസ്റ്റ് ഞാൻ ആ കൺസെപ്റ്റ് പറഞ്ഞതോളൂ, നടുക്കുന്ന് വേണം നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ചെറിയ ടോപ്പിക്ക് ഫിൽറ്ററും ഉണ്ട്, വലിയ കാര്യമൊന്നുമില്ല. ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, ബിക്കോസ് ഫിൽറ്ററും കൂടെ ഇനി പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫിൽറ്ററും കൂടെ മെൻഷൻ ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ സർക്യൂട്ട് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് പറയുന്നത് എന്താണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC-യെ DC ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ DC ആയിട്ട് മാറ്റുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരിക്കലും പ്യുവർ DC അല്ല. കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിപ്പിൾഡ് DC ആണെന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും റിപ്പിൾഡ് DC അല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പ്യുവർ DC ആണ്. അപ്പോൾ പ്യുവർ DC ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഫിൽറ്റർ സർക്യൂട്ടിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യും, ഈ റിപ്പിൾഡ് DC-യെ കൺവേർട്ട് ചെയ്ത് പ്യുവർ DC ആക്കി മാറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോണിലെ ചാർജേഴ്സിലെല്ലാം നമ്മളെന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജേഴ്സ് എന്ന് പറയുന്നത് എല്ലാം DC ആണ്. സോ നമ്മുടെ വീട്ടിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് AC കണക്ഷനാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന ശേഷം പിന്നെ അതിനെ റെക്ടിഫൈ ചെയ്ത് DC ആക്കിയ ശേഷം മാത്രമേ നമ്മുടെ എക്യുപ്മെൻറ്റ്സിലോട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതേപോലെ റെക്ടിഫയറും അതേപോലെ ഫിൽറ്ററും കൂടെ ചേർന്നൊരു സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ SMPS എന്നൊക്കെ പറയും, നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിച്ചോളും. SMPSനകത്താണ് ഇതൊക്കെ ഇരിക്കുന്നത്. അവിടെയൊക്കെ ഇത് ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിൽറ്റർ സിംപ്ലി എന്താണ്, കൺവേർട്സ് റിപ്പിൾഡ് DC ടു AC ആണ്. പിന്നെ ബൈ പാരലൽ കപ്പാസിറ്റർ മെത്തേഡ് അല്ലെങ്കിൽ സീരീസ് ഇൻഡക്ടർ മെത്തേഡ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അത് പഠിക്കാനായിട്ടില്ല. അപ്പോൾ നോക്കുക, നമ്മുടെ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ റെക്ടിഫയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ റെക്ടിഫയറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, നമുക്ക് അറിയാം റിപ്പിൾഡ് DC ആയിരിക്കും. അപ്പോൾ റിപ്പിൾഡ് DC ആയിരിക്കും. ഇത് ഞാൻ എന്തായാലും ഹാഫ് വേവ് ആണ് അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഫുൾ വേവ് ആയിരിക്കട്ടെ, ഫുൾ വേവ് ആണ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആൻസർ വരുന്നത് അല്ലേ, ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അത് കപ്പാസിറ്ററിലൂടെ കയറിയ ശേഷം നമുക്ക് എന്ത് കിട്ടും, കപ്പാസിറ്റർ കയറിയ ശേഷം നമുക്ക് പ്യുവർ DC കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ ഇൻപുട്ട് AC. നമുക്ക് കറക്റ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനായിട്ട് DC കിട്ടത്തില്ല. നമുക്കത് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഏകദേശം നമുക്കൊരു ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ രീതിയിലായിരിക്കും കിട്ടുന്നത്, അല്ല ഇങ്ങനെ രീതിയിലായിരിക്കും കിട്ടുന്നത്. അതായത് ഓരോ ഇതിനിടയ്ക്ക് ഒരു പീക്ക് പോലെ ഇങ്ങനെ വരും. അതായത് നമുക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയില്ലെങ്കിലും ഓൾമോസ്റ്റ് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു DC എന്ന് വിളിക്കാം അല്ലേ, ഒരു പ്യുവർ DC എന്ന് വിളിക്കാം. ഈ ഫോർമാറ്റിലാണ് നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, റെക്ടിഫയറിൻ്റെ കൂടെ കപ്പാസിറ്ററുടെ പാരലായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഈ കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ പ്യുവർ DC എന്ന് പറയുന്നത്. പ്യുവർ DC എന്ന് വിളിക്കാം. ഇത് കിട്ടണമെങ്കിൽ ഏത് സർക്യൂട്ടാണ് ഉപയോഗിക്കാൻ, ഫിൽറ്റർ സർക്യൂട്ടാണ് ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഏതോ ഒരു നീറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇങ്ങനൊരു സർക്യൂട്ട് തരും, അല്ലെങ്കിൽ ഫിൽറ്റർ സർക്യൂട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഫിൽറ്റർ സർക്യൂട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
റിപ്പിൾഡ് ഡി സി എ കൺവേർട്ട് ചെയ്ത് പ്യുവർ ഡി സി ആക്കും. ഓക്കെ, ഒറ്റയടിക്ക് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇത്രയും മതി, ധാരാളമാണ്. അപ്പോൾ ഇത്രയും നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് ഇതിൽ നിന്ന് അങ്ങനെ ചോദിച്ച് കാണാറില്ല. തിയറി ഓറിയൻറ്റഡ് ആണ്, ന്യൂമറിക്കൽസ് ആയിട്ട് വരാറ് കുറവാണ്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡയോഡ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ടോപ്പിക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ റെക്ടിഫയറിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. സോ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ എന്തെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.